Question number 6. Integral 4 to 5 e raised to x dx. e raised to x dx ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് e raised to x തന്നെയാണ്. ലിമിറ്റ് 4 to 5. എക്സിൻ്റെ പ്ലേസിൽ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് e raised to 5 മൈനസ് e raised to 4. രണ്ടിൽ e raised to 4 കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് e raised to 4 കോമൺ ആയിട്ട് എടുക്കാം. പിന്നീട് ഇവിടെ ഒരു e വരും, e minus 1. Question number 7. Integral 0 to pi by 4 tan x dx. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് ലിമിറ്റ് 0 to pi by 4. ഇവിടെ മൈനസ് ഞാൻ ലിമിറ്റിന് പുറത്തെടുക്കുന്നു. അപ്പോൾ ലോഗ് കോസ് 0 to pi by 4. അപ്പോൾ അപ്പർ ലിമിറ്റ് എക്സിൻ്റെ പ്ലേസിൽ pi by 4 മൈനസ് ലോഗ് കോസ് 0. കോസ് pi by 4 എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 1/√2 എങ്ങനെ എഴുതാൻ പറ്റും? 1/2 raised to 1/2. ഇത് പവർ മുകളിൽ പോകുമ്പോൾ 2 raised to -1/2. ഇത് ലോഗ് a raised to b എന്ന് പറയുന്നത് b ലോഗ് a എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ 1/2 ലോഗിന് ഫ്രണ്ടിൽ എഴുതുമ്പോൾ 1/2 ഇൻറ്റു ലോഗ് 2. Question number 8. Integral pi by 6 to pi by 4 cosec x dx. cosec xൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് മോഡ് cosec x മൈനസ് കോട്ട് എക്സ് ലിമിറ്റ് 5/6 to 5/4. ഇനി അപ്പർ ലിമിറ്റ് അതായത് ലോഗ് കോസ് pi/4 മൈനസ് കോട്ട് pi/4 മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് cosec pi/6 മൈനസ് കോട്ട് pi/6 ഈക്വൽ ടു ലോഗ് കൊസിക് pi/4 എന്ന് പറയുമ്പോൾ √2 കോട്ട് pi/4 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ ലോഗ് √2 മൈനസ് 1 മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് കൊസിക് pi/6 എന്ന് പറയുമ്പോൾ 2 കോട്ട് pi/6 എന്ന് പറയുമ്പോൾ √3. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് a/b. അപ്പോൾ ഇത് ലോഗ് √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് √3. Question number 9. Integral 0 to 1 dx by √1 minus x square. ഇവിടെ ഇൻ്റഗ്രൽ 1/√1 minus x square dx എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ്റെ വാല്യൂ 1 കിട്ടുന്നത് pi/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് pi/2. സൈൻ 0 എന്ന് പറയുന്നത് ഇൻവേഴ്സ് 0 എന്ന് പറയുമ്പോൾ 0. ആൻസർ pi/2. Question number 10. Integral 0 to 1 dx by 1 plus x square. ഇൻ്റഗ്രൽ 1/1 plus x square എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ടാൻ്റെ വാല്യൂ 1 ആവുന്നത് pi/4. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് pi/4 മൈനസ് 0. അപ്പോൾ ആൻസർ pi/4. Question number 11. ഇൻ്റഗ്രൽ 2 to 3 dx by x square minus 1. ഇത് നമ്മൾ കഴിഞ്ഞ എക്സസൈസ് ചെയ്ത പോലെ 1/x square മൈനസ് a square dxൻ്റെ ഫോം. അതെങ്ങനെ വരുന്നത്? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് a by x plus a. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. 1/2 ലോഗ് മോഡ് എക്സ് മൈനസ് 1/x plus 1 ലിമിറ്റ് 2 to 3. അപ്പോൾ 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ലിമിറ്റിന് പുറത്തെടുക്കുന്നു. എക്സിൻ്റെ പ്ലേസിൽ ആദ്യം 3 ഇട്ട് കൊടുക്കുന്നു. അപ്പം 3 minus 1 2. 3 plus 1 4 2/4 മൈനസ് ലോഗ് 1/3. 1/2 ഇൻറ്റു ലോഗ് ഇത് 1/2 മൈനസ് ലോഗ് 1/3. ലോഗ് എ മൈനസ് ലോഗ് b/4 അതായത് ലോഗ് 1/2 ഡിവൈഡഡ് ബൈ 1/3. അപ്പോൾ ആൻസർ 1/2 ലോഗ് 3/2.